പ്രിയ ദേശനിവാസികളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പാപമോചനം ഈ ദേശത്ത് ഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നേ വരെ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ മരിച്ചതിന് ശേഷമുള്ള പ്രത്യാശയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്നെ അല്പനേരം കേട്ടുകൊള്ളുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുന്നത് പോലല്ല മനുഷ്യന്റെ ജീവിതം. നാം വിചാരിച്ചിരിക്കുന്നത് നമ്മൾ ജനിക്കുന്ന ഒരു മതമുണ്ട്. ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചോളം ഹിന്ദു മതം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോളം ക്രിസ്ത്യ മതം, ഇസ്ലാമിനെ സംബന്ധിച്ചോളം ഇസ്ലാം മതം. ആ നമ്മുടെ അമ്മയപ്പന്മാർ പഠിപ്പിക്കുന്ന അതാത് മതത്തിന്റെ ഉപദേശം കേട്ട് നമ്മൾ ഓരോരുത്തരും ആ ഉപദേശം പോലും അംഗീകരിക്കാതെ വഴക്കുണ്ടാക്കിയും കള്ളു കുടിച്ചും മറ്റു വിധമായിരിക്കും ദുർനടപ്പ് ആചരിച്ചും മറ്റുള്ളവരെ വഞ്ചിച്ചും പണത്തിന് വേണ്ടി കള്ളം പറഞ്ഞും കൊള്ളയടിച്ചും ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നു. അവസാനം നമ്മൾ ഒരു ദിവസം മരിക്കുന്നു. മരിച്ചതിന് ശേഷം അതാത് മത നേതാക്കന്മാരല്ല മതപുരോഹിതന്മാർ മരിച്ചവർക്ക് വേണ്ടി അടിയന്തരമോ പ്രാർത്ഥനയോ നടത്തുന്നു. മരിച്ചവരെല്ലാം അങ്ങ് സ്വർഗത്തിൽ ചെല്ലുന്നു. ഇതാകുന്നു മനുഷ്യന്റെ ഏറ്റവും മൂഢവിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയല്ല. വളരെ ഗൗരവമായിട്ട് നിങ്ങൾ ചിന്തിക്കണം. അതെ, ദൈവം വിശുദ്ധനായതുകൊണ്ട് വിശുദ്ധന്മാരല്ലാത്ത ഒരു വ്യക്തിക്ക് പോലും സ്വർഗത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലെ ജീവിതം ഏത് നിമിഷവും തീർന്നു പോകുന്നതും ഈ ഭൂമിയിൽ നമുക്ക് സ്ഥിരമായിരിക്കുന്ന ഒരു വാസസ്ഥലം ഇല്ല എന്നുള്ള കാര്യവും ഞങ്ങൾ അറിഞ്ഞിരിക്കെ, പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷമാണ് അവന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത്. അല്ല, മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജീവിക്കുവാൻ സ്ഥിരമായിരിക്കുന്ന ഒരു വാസസ്ഥലം നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, സ്വർഗത്തിലെ ഉത്തമമായിരിക്കുന്ന സമ്പത്ത് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട വ്യർത്ഥമായിരിക്കും നമ്മുടെ പിതൃപാരമ്പര്യം തള്ളി നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച യേശുക്രിസ്തുവിനെ അറിയണം എന്നുള്ളതാണ് നിത്യജീവൻ. അതേ പ്രിയപ്പെട്ട, അവന്റെ നാമത്തെ നമുക്ക് പാപമോചനം നൽകി തരുന്നത്. ആകയാൽ മരണമുള്ള എല്ലാവരോടും പറയുന്നു, മനുഷ്യന്റെ ജീവിതം സങ്കീർണമാണ്. ഈ മരിച്ചതിന് ശേഷമാണ് അവന്റെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതം ആരംഭിക്കുന്നത്. നീ ജനിച്ചത് പാപിയായിട്ടാണ്, മരിക്കുന്നതും പാപിയായിട്ടാണെങ്കിൽ മരിച്ചതിന് ശേഷം പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് സാത്താൻ നമ്മളെ കൊണ്ട് പാപം ചെയ്യിച്ച് അവനോടുകൂടെ നമ്മളെ നരകാഗ്നിയിലേക്ക് എറിയപ്പെടുവാൻ വിധിക്കപ്പെടും. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു പാപമോചനം, മാനസാന്തരം ആവശ്യമായതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മരിച്ചതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് കൊണ്ട്, മരിച്ചതിന് ശേഷമാകുന്നു സ്വർഗീയവാസവും നരകവാസവും ആരംഭിക്കുന്നത് കൊണ്ട്, ഈ ഭൂമിയിലെ 50, 60, 100 വർഷത്തെ ആയുസ് ഈ നിത്യമായിരിക്കുന്നത് സ്വർഗം വേണമോ നരകം വേണമോ എന്ന് തീരുമാനിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം മാത്രമാണ്. ഒരിക്കലും ഭൂമിയിൽ കോട്ടകൊത്തളങ്ങളോ അധികാരങ്ങളോ സ്ഥാപിച്ചുകൊണ്ട് സമ്പത്തിന്റെ കൂമ്പാരങ്ങളെ പണിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ചെറിയ പ്രസംഗമാണ് പ്രിയപ്പെട്ടവരെ. ഭൂമി ഇങ്ങനെ കഷ്ടം കൊണ്ട് നശിച്ചു പോയതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ഭൂമി സകലയിടങ്ങളും ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? എല്ലാ മതങ്ങളും ദൈവം എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ കൊന്നൊടുക്കുന്നു. അതേ, ഒരു മതം മറ്റൊരുവനെ മതത്തെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഒരു മതം മറ്റുള്ളവരെ വഞ്ചിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്നു. തമ്മിൽ ചേരാതെ വ്യത്യസ്തമായിരിക്കുന്ന ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട്, ദൈവമല്ലാത്തവനെ ആരാധിച്ചുകൊണ്ട് എല്ലാ ജാതി മതത്തിനും ക്രിസ്തീയ മതവിശ്വാസികൾ പോലും മരിച്ചതിന് ശേഷം സത്യദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഇതാ നരകാഗ്നിയിലേക്ക് ഒഴുകി പോവുകയാണ്. ആകയാൽ പ്രിയപ്പെട്ട, ദൈവത്തിന്റെ ക്വാളിറ്റി എന്താണെന്നറിയാമോ? ദൈവം ഒരുവനേ ഉള്ളൂ. രണ്ട് ദൈവങ്ങൾ ഭൂമിയിലില്ല, സ്വർഗത്തിലില്ല, പ്രപഞ്ചത്തിലുമില്ല. ഒരേ ഒരു ദൈവം, അവനാലത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് പോലെ പ്രിയപ്പെട്ട, ഓരോ മതത്തിനും ഓരോ ദൈവങ്ങളില്ല. ഓരോ മതത്തിനും ഓരോ ദൈവങ്ങളുണ്ടെങ്കിൽ ഓരോ ദൈവങ്ങളും അതാത് മതങ്ങൾക്ക് വേണ്ടി ഓരോ സൂര്യനെ സൃഷ്ടിച്ചു കൊടുക്കട്ടെ. നോക്കുവിന് ആകാശത്തേക്ക് നോക്കുവിൻ, ഒരു സൂര്യൻ മാത്രമേ ഉള്ളൂ. അമേരിക്കക്കാർക്കും പ്രഭാതത്തിൽ ഇതേ സൂര്യൻ ഉദിക്കുന്നു. അതേ പ്രിയപ്പെട്ട, ശ്രീലങ്കക്കാർക്കും ഹമാസുകാർക്കും ഇസ്രായേലിന് വേണ്ടി ഇന്ത്യക്കാർക്കും പാകിസ്ഥാനിക്കും ചൈനയ്ക്കും എല്ലാം ഒരൊറ്റ സൂര്യനേ ഉള്ളൂ. ആ ഏക സൂര്യനെ സൃഷ്ടിച്ചവനാരോ അവനാകുന്നു ദൈവം. ഇന്ത്യക്കാർക്ക് സ്വന്തമായിട്ട് ദൈവം ഉണ്ടെങ്കിൽ ആ ഇന്ത്യക്കാരുടെ ദൈവം ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രം ഒരു സൂര്യനെ സൃഷ്ടിച്ചു കൊടുക്കട്ടെ. പാകിസ്ഥാനികൾക്ക് അവരുടെ ദൈവം ദൈവമാണെങ്കിൽ പാകിസ്ഥാനികൾക്ക് വേണ്ടി മാത്രം മറ്റൊരു സൂര്യനെ അവന്റെ ദൈവം സൃഷ്ടിച്ചു കൊടുക്കട്ടെ. ഓരോ മതത്തിന് വേണ്ടി സ്വന്തം വ്യക്തിപരമായിരിക്കുന്ന ദൈവങ്ങളുണ്ടെങ്കിൽ, ഹിന്ദുക്കൾക്ക് ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം അവർക്കൊരു സൂര്യൻ, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രം ക്രിസ്തീയ മതവിശ്വാസികൾക്ക് വേണ്ടി ഒരു ദൈവമുണ്ടെങ്കിൽ അവരുടെ ദൈവം അവർക്ക് വേണ്ടി, ഇസ്ലാം മതവിശ്വാസികളുടെ ദൈവം സത്യമെങ്കിൽ അവർക്ക് വേണ്ടി അവരുടെ ദൈവം ഒരു സൂര്യനെ സൃഷ്ടിച്ചു കൊടുക്കട്ടെ. ഇല്ല പ്രിയപ്പെട്ടെ, ഈ ഭൂമിയിലെ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും മഴ അയക്കുന്ന ദൈവം, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം, ഏക സൂര്യനാൽ ഈ സകല മനുഷ്യർക്കും നല്ലവർക്കും ദുഷ്ടന്മാർക്കും സകലർക്കും ഭക്ഷണവും പാനീയവും വായുവും വെള്ളവും കൊടുക്കുന്ന ഈ ഏക സത്യ ദൈവമെന്ന് ആരെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിനും ആരെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടതിനും ഞങ്ങൾ സുവിശേഷം പറയുന്നു. അവന്റെ നാമം യേശുക്രിസ്തു എന്നാകുന്നു. എന്തുകൊണ്ടത് പറഞ്ഞു?
പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഭൂമിയിൽ ബേത്ലഹേമിൽ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു. എന്നാൽ അവൻ എന്നു മുതൽ ഉണ്ടായിരുന്നവനാണ്. അവന്റെ ജനനം പോലും വ്യത്യസ്തമാണ്. അവൻ രാജാവായിട്ട് അത്രയും ജനിച്ചത്. അവൻ ജനിച്ചതുപോലും നമ്മൾ ഒരുവൻ ജനിച്ചതുപോലെയല്ല. ഈ ഭൂമിയിൽ യേശുക്രിസ്തു മാത്രമേ നമുക്ക് വ്യത്യസ്തമായിട്ട് ജനിച്ചിട്ടുള്ളൂ. നമ്മളെല്ലാവരും നമ്മുടെ പിതാവിന്റെ രക്തത്തിൽ ജനിച്ചെങ്കിൽ ഭൂമിയിലുള്ള സകല ജാതി മതസ്ഥരും സകല മത പുരോഹിതന്മാരും മതസ്ഥാപകന്മാരും പുരുഷ രക്തത്തിൽ ജനിച്ചതുകൊണ്ട് അവരെല്ലാവരും പാപികളാണ്, ആദമിന്റെ സന്തതികളാണ്. എന്നാൽ യേശുക്രിസ്തു മാത്രം ഭൂമിയിൽ ജനിച്ചത് പുരുഷന്റെ രക്തം കൂടാതെയാണ്. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ നിഴലിട്ടപ്പോൾ ഉളവായ വിശുദ്ധ പ്രതിയായതുകൊണ്ട് യേശുക്രിസ്തുവിൽ മാത്രം പാപമില്ല. ആ പാപമില്ലാത്ത രക്തത്തിൽ ജനിച്ചവന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴിയുവാൻ കഴിയത്തുള്ളൂ. അവന്റെ രക്തത്തിന് മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. ആ വിശുദ്ധ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപം പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, പാപരക്തമില്ലാത്ത ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തു മാത്രമാണ്. എന്നാൽ എന്താണ് പാപം? എന്താണ് പാപമോചനം? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ സകല ജനനദികളും ഒരുപോലെ പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയവരാണ്. കറുത്തവരെന്നോ വെളുത്തവരെന്നില്ല, ബ്രാഹ്മണനോ ക്ഷത്രിയനോ ശൂദ്രനോ വൈശ്യനെന്നില്ല, ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നില്ല, ക്രിസ്തീയ മതവിശ്വാസികളെന്നില്ല. ഈ ഭൂമിയിലെ പരപ്പിലുള്ള സകല ജനങ്ങളും ഇന്നുള്ള 850 കോടി ജനങ്ങളും ഒരുപോലെ ദൈവത്തിന് മുമ്പിൽ കുറ്റക്കാരാണ്. പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തപ്പെട്ടവരാണ്. ഇന്ന് വരെ ഭൂമി ജനിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവരും ഒരുപോലെ പാപത്തിൽ ജനിച്ചവരാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഈ ഭൂമിയിൽ മനുഷ്യജാതി ഉണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ടൊരു മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിൽ തന്റെ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള മനുഷ്യനാക്കി നിർത്തി. ഒരൊറ്റ പുരുഷനെ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. നമ്മളെ ആരെയും ദൈവം സൃഷ്ടിച്ചതല്ല പ്രിയപ്പെട്ടവരെ. ആ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്നത്രേ സകല ജാതികളും ലോകമെങ്ങും ഉണ്ടായി വന്നത്. അവൻ ദൈവത്തിന്റെ മകനായിരുന്നു, വിശുദ്ധനായിരുന്നു. അവനിൽ നിന്ന് തന്നെ സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയേണ്ടതിന് ഭാര്യയെ കൊടുത്തു. ഭൂമിയിലെ സകല അധികാരങ്ങളും അവന് കൊടുത്തിരുന്നു. ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും സമുദ്രത്തിലെ ജീവജന്തുക്കളുടെ മേലും നിലത്തഴയുന്ന എല്ലാ ഉരകജാതികളുടെ മേലും വാഴുവാനുള്ള അധികാരം കൊടുത്തിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞ് അവൻ സാത്താന്റെ മകനും സന്തതിയും പാപിയുമായിട്ട് ദൈവത്തിന്റെ ശത്രുവായിട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായിരിക്കുന്ന ദൈവത്തിന് ശത്രുവായിരിക്കുന്ന ആദമിന്റെ രക്തത്തിൽ നിന്നത്രേ നാം എല്ലാവരും ജനിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുത്തൻ പോലും നല്ലവനില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളഞ്ഞതാണ്. എന്നാൽ നോക്കവിന് ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് എന്താണെന്ന് അറിയാമോ? 6000 വർഷങ്ങൾക്ക് മുമ്പ് ഏക പുരുഷനായിരിക്കുന്ന ആദം ചെയ്ത പാപനിമിത്തം ഈ ഭൂമിയിലെ സകല ജനനദികളും ദൈവം തിരിച്ചറിയാതെ സ്വന്തമായിട്ട് ദൈവങ്ങളെ സൃഷ്ടിച്ച് സ്വന്തമായിട്ട് ആരാധനക്രമങ്ങളെ സൃഷ്ടിച്ച് എത്രയ്ക്കോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും പാപമോചനം നേടാതെ പാപിയായിട്ട് ഇന്നത്തെ ക്രിസ്തീയ മത പുരോഹിതന്മാരുൾപ്പെടെ പാപിയായിട്ട് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം 4000 വർഷങ്ങൾക്ക് ശേഷം അതേ ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ഇവനാലത്രേ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവനെ പറ്റി പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. അങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ആ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിച്ച ക്രിസ്തു അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമപുസ്തകത്തിന് മുമ്പിൽ നമ്മളെല്ലാവരും നരകവിധിക്ക് യോഗ്യരായിരിക്കുന്ന പാപിയായിട്ട് തീർന്നതുകൊണ്ടും നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടും നമ്മളെ നരകാഗ്നിയിലേക്ക് എറിഞ്ഞു കളയുവാൻ ദൈവത്തിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടും നമ്മുടെ എല്ലാ പാപങ്ങളും തന്റെ പുത്രന്റെ മേൽ ചുമത്തി ഇവിടെ ദൈവത്തിന്റെ നിയമപുസ്തകത്തിന് മുമ്പിൽ. അതേപോലെ നിയമം വിട്ട് ദൈവം ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ആ നിയമപുസ്തകത്തിന് മുമ്പിൽ എല്ലാവരും കുറ്റക്കാരായിട്ട് തീർന്നതുകൊണ്ട് എല്ലാവരും നരകത്തിലേക്ക് പോകും. എന്നാൽ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്താണ്? നീ നരകത്തിലേക്ക് പോകുവാൻ നമ്മുടെ സൃഷ്ടിതാവായിരിക്കും ദൈവം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മുടെ പാപത്തിന്റെ നരകത്തിന്റെ ശിക്ഷയ്ക്ക് യോഗ്യമായിരിക്കുന്ന സകല പാപങ്ങളും ശിക്ഷ കൊടുക്കേണ്ടതിന് തന്റെ പുത്രന്റെ മേലേക്ക് ട്രാൻസാക്ഷൻ ചെയ്തു. അതേപോലെ തന്റെ പുത്രന്റെ മേല് നമ്മുടെ സകല പാപങ്ങളും എന്താണ് പകർന്നു കൊടുത്തിട്ട് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിരിക്കുന്ന മരണം തന്റെ പുത്രന്റെ മേൽ കൊടുപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച ഈ മഹാസ്നേഹമത്രേ ഞങ്ങൾ വിവരിച്ചത്. അതുകൊണ്ടെന്താണ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ കണ്ടോ അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗോൽഗോഥ മലമുകളിലേക്ക് കയറിപ്പോകുകയാണ്. ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആനുമേൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ മുഖമിതാ നിന്നാപാത്രമായിട്ട് തീർന്നിരിക്കുന്നു. അവന്റെ മുഖമിതാ തുപ്പലിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു.
അതെ, നമ്മുടെ അതിക്രമങ്ങളാൽ അവനിതാ ശിക്ഷ ഏൽക്കുകയാണ്, നമ്മുടെ അതിക്രമങ്ങളാൽ അവനിതാ ശരീരം തകർക്കപ്പെടുകയാണ്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ നമുക്ക് പകരമായിട്ട് നമ്മുടെ പാപ ചുമടുമായിരിക്കുന്ന കഴുകുമരം ചുമന്നുകൊണ്ട് ആ ഗോൽഗോഥ മലമുകളിലേക്ക് പോവുകയും അവിടെ ആകാശത്തിന് ഭൂമിക്ക് മധ്യേ അതിക്രമക്കാരോടുകൂടി അവനെ എണ്ണപ്പെട്ടു എന്നുള്ള ദൈവപുത്രനായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന പാപത്തെ കുറിച്ച് എന്നിൽ ബോധം വരുത്തുവാൻ ആർക്ക് കഴിയുമെന്ന് പാപത്തെ വെല്ലുവിളിച്ചവന് രണ്ട് കള്ളന്മാരെ പോലെ, കള്ളന്മാരിൽ ഒരുവനെ പോലെ, രണ്ട് കള്ളന്മാരുടെ മധ്യേ മൂന്നാമതൊരു കള്ളനെ പോലെ ഈ മഹാഭാവികളായിരിക്കുന്ന മനുഷ്യരിതാ ക്രൂശത്തറയ്ക്കുമ്പോൾ അവൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച്, പിതാവെ, ഇവർ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല, പരിശുദ്ധനായിരിക്കുന്ന എന്നെ കള്ളന്മാരോട് എത്തി ഇവരുടെ പാപത്തെ അവിടെ ക്ഷമിച്ചു കൊടുക്കണമേ, ഇവരെന്താ ചെയ്യുന്നത് ഇവർ അറിയുന്നില്ല. അതേ പ്രിയപ്പെട്ടവരെ, സകല പാപികൾക്കും മധ്യേ അവന്റെ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും അവിശ്വസിക്കുന്നവർക്ക് നിത്യനാശം കൊടുക്കാനുള്ള ന്യായബുദ്ധിയായിട്ട് ക്രൂശ് നടക്കി നിർത്തിയപ്പോൾ ആ യേശുക്രിസ്തു നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുകയാണ്. അടിയേറ്റ് തകർക്കപ്പെട്ട അവന്റെ ശരീരം നമ്മുടെ പാപം ചുമന്നുകഴിയ കഴുകുമരത്തിൽ മരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സകല മനുഷ്യരോടും പ്രസാദം തോന്നിയിരിക്കുന്നു. അവന് ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഇല്ല, ഇന്ത്യക്കാരനെന്നോ പാകിസ്ഥാനികളൊന്നും ഇല്ല. മരണമുള്ള എല്ലാ മനുഷ്യരുടെയും ഏകരക്ഷകൻ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിന്റെ നാമമല്ലാതെ വേറൊരു രണ്ടാമതൊരു നാമമില്ല. പ്രിയപ്പെട്ടവരെ, ഏകനാമം, ഏകനാമം, ഏകനാമം മാത്രം. ആ ഏകനാമം നമുക്ക് വേണ്ടി അവിടെ കഷ്ടമേറ്റ് മരിക്കുകയാണ്. അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ട് മനുഷ്യപുത്രന്മാരുടെ പാപങ്ങളെ പുത്രനേറ്റത് വഴി ആ ദൈവത്തിന് മനുഷ്യനുള്ള ക്രോധം മാറിപ്പോയിട്ട് അടയ്ക്കപ്പെട്ടിരുന്ന സ്വർഗം സകല ജാതി മതസ്ഥർക്കും വേണ്ടി സൗജന്യമായിട്ട് തുറക്കപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ആ സത്യസ്വർഗത്തിലേക്ക് ഏത് പാപിക്കും ഏത് സമയവും നേരിട്ട് കടന്നു ചെല്ലുവാൻ പുരോഹിതന്മാരുടെ കള്ള ഉപദേശമില്ലാതെ, പുരോഹിതന്മാർ നമ്മളെ വഞ്ചിക്കുന്ന യാഗങ്ങളോ ബലികളോ കർമാചാരങ്ങളോ വഴിപാടുകളോ തീർത്ഥാടനങ്ങളോ നോയമ്പുകളോ ദേഹദണ്ഡനങ്ങളോ ഇല്ലാതെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചു, എന്റെ പാപത്തിന്റെ ശിക്ഷ അവൻ ഏറ്റുവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏവർക്കും 50 പൈസ പോലും മുടക്കമില്ലാതെ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ സൗജന്യമായിട്ട് പ്രവേശിപ്പാൻ ജീവന്റെ പുതുവഴി, പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശുക്രിസ്തു അടക്കപ്പെട്ടു, ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരികെയും വിജയഗോപാൽ എന്ന് പേരോടുകൂടിയവനുമായിരിക്കുന്ന റാന്നി സ്വദേശിയായിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ തകർത്ത് കളഞ്ഞവൻ. അവനിതാ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. അല്ലയോ ദേശമേ, പർവ്വതങ്ങളെ കേട്ടുകൊള്ളുവിൻ, നടുങ്ങി തെറിച്ചുകൊള്ളുവിന്, ദേശാധിപതികളും ആകാശമണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളുമേ നടുങ്ങിക്കൊള്ളുവിന്. ഇതാ യേശുക്രിസ്തു കോടാനുകൂടി ദൂതന്മാരുടെ ആർപ്പോടും ആരവത്തോടും കൂടെ മഹാകാഹളത്തോടുള്ള ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുവാനുള്ള ഈ സമയം ഇതാ അടുത്തു വന്നിരിക്കാല് അവൻ മനുഷ്യപുത്രന്മാരായിരിക്കുന്ന സകല മനുഷ്യരോടും കൽപ്പിക്കുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്, പാപവഴികളെ വിട്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. നമ്മുടെ രക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ നിങ്ങൾ തയ്യാറായിക്കൊണ്ട് നിങ്ങൾക്ക് ഇന്നേവരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പിതൃ പാരമ്പര്യങ്ങളെ, മതഭക്തികളെയും പാരമ്പര്യങ്ങളെ, പൗരത്വങ്ങളെ തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കാൽവഴിക്കുറിച്ച് കഷ്ടമേറ്റ് മരിച്ച് അടക്കപ്പെട്ടവനെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏകകർത്താവും ഏകദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് കീഴടങ്ങിക്കൊള്ളുവിന്. ഇതാകുന്നു മാനസാന്തരം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം. മറ്റൊരുവനെയും സ്വർഗത്തിൽ നയിച്ചിട്ടില്ല, മറ്റൊരുവനും സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടില്ല, ദൈവമുഖം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ തന്നെ വഴി. അതേ, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ഏക വ്യക്തിയായിരിക്കുന്ന ക്രിസ്തുവിന് മാത്രമേ ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള വഴി അറിയത്തുള്ളൂ. മറ്റുള്ളവരെല്ലാം വട്ടം കറങ്ങിയാണ് ചുഴലിക്കാറ്റ് പോലെ എല്ലാവരും ഭൂമിയിൽ കിടന്ന് വട്ടം കറങ്ങിയാണ്, അവിടെയും നമസ്കരിച്ച് ഇവിടെയും നമസ്കരിച്ച് സത്യമെന്തെന്ന് തിരിച്ചറിയാതെ അവരെല്ലാം നശിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, സത്യ നമസ്കാരികൾ ആ മലയിലുമല്ല യെരുശലേമിലുമല്ല ദൈവത്തെ നമസ്കരിക്കേണ്ടത്. സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും അത്രേ ദൈവത്തെ നമസ്കരിക്കുന്നത്. ആകയാൽ ആത്മാവിൽ ദൈവത്തെ നമസ്കരിക്കേണ്ടതിന്, ആത്മാവായിരിക്കുന്ന ദൈവത്തെ ആത്മാവിൽ നമസ്കരിക്കേണ്ടതിന് മാനസാന്തരപ്പെട്ടുകൊള്ളുമെന്ന് ദൈവം കൽപ്പിക്കുന്നു. യാചനയല്ല കൽപ്പനയാണ്. തന്റെ ഏകജാതനായ പുത്രനെ തന്നെ നമുക്ക് വേണ്ടി നൽകി തന്നത് വഴി സകല ജനത്തിനോടും പറയുന്നു, മാനസാന്തരപ്പെട്ടുകൊള്ളുവിന്. പുരുഷന്മാരെ, നിങ്ങളുടെ ദഗളിച്ച കണ്ണുകൾ, നിനക്ക് ദൈവം തന്ന ആരോഗ്യവും ശക്തി കൊണ്ട് നീ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതെന്ത്? നീ സത്യദൈവത്തെ നിഷേധിക്കുന്നതെന്ത്? അല്പം മുമ്പ് ഞങ്ങൾ ഒരു ഭവനത്തിൽ കയറി, അവിടെ എന്താണ് കഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, സ്വന്തം കുഞ്ഞിനെ പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, സുവിശേഷകന്മാരെ ഉപേക്ഷിച്ചോ, സുവിശേഷന്മാരെ പരിഹസിച്ചോ? അദ്ദേഹം പറഞ്ഞ സുവിശേഷകന്മാരെ പരിഹസിച്ചിട്ടുണ്ട്, അവരെ ഞാൻ നിന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നിന്റെ സകല നാശത്തിന് കാരണം സുവിശേഷകന്മാര് ദൈവമല്ല, അവർ പ്രസംഗിക്കുന്ന ദൈവത്തെയാണ് നിഷേധിക്കുന്നത്. ഒരുവൻ സുവിശേഷത്തെ തള്ളിക്കളയുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നു, യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നുവെങ്കിൽ സത്യദൈവത്തെ തള്ളിക്കളയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളെ സ്നേഹിക്കുന്നവരാരും സുവിശേഷത്തിന് ഒരു വാക്ക് പറയത്തില്ല. അവന് മനസ്സിലായില്ലെങ്കിൽ സത്യയോടെ കേട്ടുകൊള്ളുവിന്. ഇത് നിങ്ങളുടെ അനുഗ്രഹമാണ്, നിങ്ങളുടെ തലമുറയുടെ അനുഗ്രഹമാണ്. തള്ളിക്കളയുന്നവர்களോ നിങ്ങൾക്കത് ശാപമായിട്ട് തരുന്നു. ഞങ്ങളൊക്കെ ആ ശാപത്തെ കൂടെ കടന്നുപോയവന് യേശു
യേശുക്രിസ്തുവിന്റെ വചനം ചുരുട്ടിക്കൊട്ടി എറിഞ്ഞ് കരമായത് 13 വർഷം കൂരിട്ടിൽ കൂടെ കടന്നുപോയ ഒരു അഹമഭാവിയായിരുന്നു പ്രിയപ്പെട്ടത്. ഞാൻ അഹങ്കാരത്തിന്റെ മൂർത്തന്റെ ഭാവത്തിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെ സൂര്യനെ സൃഷ്ടിച്ചവനും എനിക്ക് ഭക്ഷണവും വായുവും വെള്ളവും നൽകി തന്നവനെ തിരിച്ചറിയാതെ ഒരു വൃത്തനായിരിക്കുന്ന ഉപദേശയുടെ കയ്യിൽ നിന്ന് അവൻ തന്ന ലഘുരേഖ ചുരുട്ടിക്കൊട്ടി എറിഞ്ഞു കളഞ്ഞ ഒരു മഹാഭാവിയായിരുന്ന മനുഷ്യനാ ഇന്നിവിടെ നിൽക്കുന്നത്. അനന്തരഫലം ആത്മഹത്യയായിരുന്നു. അനന്തരഫലം ഭയങ്കരമായിരിക്കും നാശമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ട ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ഏതാനും മിനിറ്റുകൾ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴേ ആ ദൈവം എന്നെ തള്ളിക്കളഞ്ഞില്ല. അപ്പൻ തന്റെ മകന്റെ പാപത്തെ ശിക്ഷിക്കാതെ അവനെ ക്ഷമിക്കുന്നത് പോലെ ആ അപ്പൻ എന്റെ സ്നേഹം എന്നെ തേടി കടന്നു വന്ന് ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പേർ ചൊല്ലി വിളിച്ചു. എന്റെ ജീവനും ശരീരവും യേശുക്രിസ്തുവിനുള്ളവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സധൈര്യത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു, യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കുന്നു. ആകയാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉന്നത പാപങ്ങളെ താട്ടി ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുവിന് സ്നാനമേറ്റ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് സ്വർഗത്തിന് അവകാശികളായിട്ട് തീർന്നുകൊള്ളുവിന്. ഈ കാണുന്ന മലനിരകൾ നാളെ ഇല്ലാതെയായിട്ട് തീരും. ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ നാളെ കെട്ടുപോകും. അതേ സൂര്യചന്ദ്ര നക്ഷത്ര ബിംബങ്ങൾ ഇല്ലാതെയായിട്ട് തീരും. ഭൂമി പാഴ് ശൂന്യമായിട്ട് മാറ്റുമെന്നുള്ളതല്ല, ഭൂമി തന്നെ ഇല്ലാതായിട്ട് തീരും. ലോകമില്ലാതെയായിട്ട് തീരും. ലോകം അവസാനിക്കും. പ്രപഞ്ചഗോളങ്ങൾ മാറിപ്പോകും. ഊണും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, ഈ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ നശിച്ചില്ലാതെയായിട്ട് തീരും. എന്നാൽ നോക്കുവിന്, ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, ഇന്ന് സ്നാനമേറ്റ് യേശുക്രിസ്തുവിനോട് ജീവിക്കുന്നുവെങ്കിൽ, നാളെ മരിച്ചു പോകുന്ന ഈ ശരീരത്തോടു കൂടി നമ്മൾ ഇന്ന് അടക്കപ്പെട്ടാലും സാരമില്ല. ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇങ്ങനെ മാനസാന്തരപ്പെടുന്നതിന്റെ എണ്ണമില്ലാത്ത പാപങ്ങളെ അവൻ കഴുകിയും അവൻ നിന്നെ ശുദ്ധീകരിക്കും. പിന്നെയോ നമ്മൾ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ കല്ലറകളെ വിട്ട് എഴുന്നേക്കും. തേജസ്സും തലക്കമേറിയുമായിരിക്കുന്ന ശരീരം അവൻ നമ്മളെ ധരിപ്പിച്ച് 1000 വർഷം ഭരിപ്പാനായിട്ട് യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുമ്പോൾ നാം അവനോട് കൂടി 1000 വർഷം ഭൂമിയിൽ ജീവിക്കും. 1000 വർഷത്തിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. അതേ പ്രിയപ്പെട്ട ലോകാവസാനത്തിന് ശേഷവും നമ്മൾ സന്തോഷാധിക്യത്തെ നിറയും. എന്നേക്കും ജീവിക്കുന്ന അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ ആത്മാവ് നിത്യജീവൻ. അത് നമുക്കുണ്ടെങ്കിൽ ഇനി മരണത്തിൽ നമ്മളെ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. കല്ലറയിലേക്ക് പോകുന്ന മരണം ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സേറിയ ഒരു പുതിയ ശരീരം ധരിപ്പാൻ അത്ര ഈ മരണം. എന്നാൽ അതിനുശേഷമാകുന്നു ആത്മമരണം. അത് ഭയാനകമാണ്. അതിൽ നമുക്ക് ജയിക്കാനൊന്നേ ഉള്ളൂ. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധിയോടെ ജീവിച്ചുകൊള്ളുവൻ. അല്ല നിങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞ അഹങ്കാരത്തോടു കൂടിയാണ് മരിക്കുന്നെങ്കിൽ, അല്ല വല്യേശനും തിരുമേനിയായാലും ശരി പ്രിയപ്പെട്ട മാനസാന്തരപ്പെടാതെയാണ് മരിക്കുന്നെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് കഴിയുന്ന അന്ന് ലോകം അവസാനിക്കുമെന്നും അന്ന് പ്രിയപ്പെട്ടവരെ അഹങ്കാരികളായിരിക്കുന്നവരെല്ലാവരും എന്താണ് താളടിയായിട്ട് തീരും. വയലിലെ കറ്റയ്ക്ക് തീ ഇടുന്നത് പോലെ അന്ന് അഹങ്കാരികൾ എന്താണ് തീക്കെറിയായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും മതമോ ജാതിയോ രാഷ്ട്രീയമോ വെളുപ്പോ കറുപ്പോ ഇല്ലാതെ ലോകാവസാന ദിവസം ഇതുപോലെ ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ നിങ്ങളുടെ സകല രഹസ്യങ്ങളും പാപങ്ങളും ദൈവം പരസ്യപ്പെടുത്തി നിന്നെ പ്രിയപ്പെട്ടവരെ നിത്യമാർക്കും നരകാത്തിയിലേക്ക് എറിഞ്ഞു കളയും. അയ്യോ, നരകത്തിൽ നിന്നെ വീണ്ടെടുപ്പാൻ ഒരു മതപുരോഹിതന്മാരുടെയും കള്ള ഉപദേശത്തിനോ ധൂപ്രാർത്ഥനയ്ക്കോ കഴിയത്തില്ല. പിണ്ടാടിയത്തിൽ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ആ നരകാഗ്നിയിലേക്ക് നീ നിന്റെ കുഞ്ഞുങ്ങളും എറിയപ്പെട്ടാൽ ഒരു മടങ്ങി വരവില്ല. അന്ന് സൂര്യനില്ലാത്തതുകൊണ്ട് കാലമില്ല. പ്രിയപ്പെട്ടവരെ, അയ്യോ, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് നിലവിളിയോടെ പ്രസംഗിക്കുന്നു. ഒരു ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി മനുഷ്യപുത്രന്മാരെ നിങ്ങളെ തേടി വരുമ്പോഴേ അയ്യോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ ന്യായവിധിയെ ജയിച്ചു കൊള്ളുവിന്. ആ നിത്യ നരകാഗ്നിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെടുന്നതിന് ആ നരകാഗ്നിയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ ഒരു നാളും ഒരു മടങ്ങി വരവില്ല. എത്ര കോടി വർഷം അതൊരു കണക്കില്ലാത്തത് കൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുകയും ഹൃദയങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുമെന്ന് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്നു. വിശ്വസിക്കുന്ന ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.